സൈന്യത്തെ അവഹേളിച്ചുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശം സംബന്ധിച്ചുള്ള വാർത്തയിലേക്കാണ്. നിലവിൽ ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ ചില പ്രതിഷേധങ്ങളും ശക്തമാകുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, സൈന്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന് കാവൽ നിൽക്കുന്ന, രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിർത്തിയിലും സുരക്ഷ നൽകുന്ന സൈന്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ സൈന്യം ഈ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണ് എന്ന പ്രതികരണമാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. നുഴഞ്ഞുകയറ്റക്കാരെയും ഗുണ്ടകളെയും അതിർത്തി കടത്തിവിടുന്നത് BSF ആണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ BSFിനെതിരെ പ്രതിഷേധം നടത്തുമെന്നുള്ള പ്രസ്താവനയാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. അതിർത്തി മേഖലയിലും ഒപ്പം അല്ലാതെയും എല്ലാ തരത്തിലുമുള്ള സുരക്ഷ നൽകുന്ന സൈന്യത്തിനെയാണ് ഇത്തരത്തിൽ അപമാനിക്കുന്ന പ്രസ്താവന മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിനെതിരെ മമതാ ബാനർജി സൈന്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ രോക്ഷം രേഖപ്പെടുത്തുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാരണമായി സുവേന്ദു അധികാരി, പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിൽ BSFിന്റെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന്, BSFിന്റെ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിരുന്നില്ല. അതിൽ വിമുഖത മമതാ ബാനർജി സർക്കാർ കാണിച്ചിരുന്നു. അത് വലിയ വിഷയമായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം സൈന്യത്തിനെതിരെ, BSFിനെതിരെ മമതാ ബാനർജി ഉന്നയിച്ചത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സൈന്യത്തിന് യാതൊരു തരത്തിലുമുള്ള സഹായവും സഹകരണവും നൽകാതെ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്തത് എന്നാണ് ബംഗാളിലെ തന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കുടിയേറ്റക്കാർക്ക് അനധികൃതമായി തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ, വോട്ടർ ID ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടുണ്ട് എന്നും മമതാ ബാനർജി അവരെ കുടിയേറ്റക്കാരെ ഒരു വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുന്ന എന്ന ആരോപണം ഇതിനു മുൻപും BJP ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ പരിശോധനകൾ നിലവിൽ കേന്ദ്ര ഏജൻസികളും മറ്റ് സുരക്ഷാ ഏജൻസികളും നടത്തിവരികയാണ്. ഡൽഹിയിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന്, അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് അവരെത്ര കാലമായി ഭാരതത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികളും പരിശോധനയും ശക്തമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇതെല്ലാം സൈന്യത്തിൻ്റെ കുഴപ്പമാണ് എന്നൊരു പ്രസ്താവന ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിർത്തിയിലൂടെ നിയമവിരുദ്ധമായി ഭാരതത്തിലേക്ക് എത്തിയിട്ടുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് മമതാ സർക്കാർ അനധികൃതമായി വോട്ടർ ID ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയിട്ടുണ്ട് എന്ന ആരോപണവും അത്തരത്തിലുള്ള വസ്തുതകളും നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അതിർത്തിയിൽ ഗുണ്ടകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും സൈന്യം കടത്തിവിടുന്നു, സൈന്യത്തിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന പ്രസ്താവന ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. നേരത്തെയും സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള വിമർശനം മമതാ ബാനർജി നടത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഏജൻസികൾ അതിർത്തി മേഖലകളിലും ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് നോർത്ത് 24 പർഗാനസ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിഘടനവാദ പ്രവർത്തനത്തിനെതിരെ, പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സൈന്യം സ്വീകരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സൈന്യത്തിനെതിരെ, സുരക്ഷാ ഏജൻസിക്കെതിരെ, കേന്ദ്ര ഏജൻസികൾക്കെതിരെ നേരത്തെയും മമത ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇത് സൈന്യത്തെ ഏറ്റവും മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് ഏതായാലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. അതിർത്തിയിൽ മുഴുവൻ രാജ്യത്തിനും വേണ്ടി കാവൽ നിൽക്കുന്ന സൈന്യം ഗുണ്ടകളെയും കൊലപാതകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും അതിർത്തിയിലൂടെ കടത്തിവിടുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് കാരണം സൈന്യമാണെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ BSFിനെതിരെ പ്രതിഷേധം നടത്തും എന്നതുമായിരുന്നു മമതയുടെ പ്രസ്താവന. ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനധികൃത നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും മമതാ ബാനർജിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ, അല്ലെങ്കിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം തന്നെയല്ലേ ഇപ്പോൾ മമതാ ബാനർജി ഈ ഒരു പരാമർശത്തിലൂടെ നടത്തുന്നു എന്നത് വേണ്ടേ കരുതാൻ?
വിഷ്ണു, തീർച്ചയായും രാജ്യത്ത് മുഴുവൻ നിലവിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ഇത്രയധികം അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തുണ്ട് എന്നുള്ളത് ഈ പരിശോധന നടത്തുമ്പോൾ കൃത്യമാകുന്നു. ഡൽഹിയിൽ ഇതിനോടകം 30-ലധികം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ 4-5 ദിവസത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര ഏജൻസികൾ ആ പരിശോധന നടത്തുന്നു, വടക്കിഴക്കൻ മേഖലയിൽ നടത്തുന്നു. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിലെത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് എങ്ങനെയാണ് വോട്ടർ ഐ ഡിയും ഇത്തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകളും ലഭിച്ചത് എന്ന വലിയ അന്വേഷണത്തിലേക്ക് പോകും. അതോടൊപ്പം ഈ അതിർത്തി മേഖലയിൽ BSFന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ, മമതാ സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകി സൗകര്യം നൽകിയില്ല എന്ന വിവരങ്ങളും പുറത്തുവരും. ഈ വിവരങ്ങൾ പുറത്തുവരികയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുമ്പോഴാണ് വിഷ്ണു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ വിഷയങ്ങളിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മമത നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം സൈന്യത്തിന്റെ കുഴപ്പമാണ്, സൈന്യമാണ് അതിർത്തിയിൽ ഈ ഗുണ്ടകളെയും കൊലപാതകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കടത്തിവിടുന്നതെന്നൊരു വിവാദപരമായ പ്രസ്താവന, സൈന്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന പ്രസ്താവന മമത നടത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ നിലപാടെടുത്തിട്ടുള്ളത്. വിവിധ തരത്തിൽ അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തിയിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാർ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ നശിപ്പിക്കുകയും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക്, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുകയും താമസം നടത്തുകയും അവിടെ വിവിധ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നൽകിയിരുന്നു. നിലവിൽ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി സംസ്ഥാന, കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടപടി സ്വീകരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് മമതാ ബാനർജി ഈ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നത് സൈന്യമാണ് എന്ന വിവാദ പ്രസ്താവന നടത്തിയത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.